രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് അപ്പച്ചി മുത്തശ്ശിയോട് എന്തോ പറഞ്ഞതും മുത്തശ്ശി എൻ്റെ നേരെ തിരിഞ്ഞു. ചന്ദന, ഇന്നു മുതൽ വ്രതം തുടങ്ങുന്നത് കൊണ്ട് നീ ഇനി ചിത്തുവിൻ്റെ കൂടെ കിടന്നാൽ മതി. വ്രതം കഴിയുന്നത് വരെ ശുദ്ധിയായിരിക്കണം. ഞാൻ അതിന് ശരിയെന്ന രീതിയിൽ തലകുലുക്കി നേരെ നോക്കിയപ്പോൾ കണ്ടത് എന്നെ തുറിച്ചു നോക്കുന്ന ആദിയേട്ടനെയാണ്. ഞാൻ വേഗം തല താഴ്ത്തിയിരുന്നു. എൻ്റെ മഹാദേവ, ആദിയേട്ടൻ ഇനി വല്ല പ്രശ്നമുണ്ടാക്കുമോ? എന്നാൽ എൻ്റെ ചിന്തയെ തെറ്റിച്ചുകൊണ്ട് ആദിയേട്ടൻ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഇതിപ്പോൾ എന്താ പറ്റിയേ? എന്തായാലും വേണ്ടില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഇന്ന് മുഴുവനും ആദിയേട്ടൻ്റെ പിണക്കം മാറ്റാൻ പുറകെ നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. പിന്നെ പൂമ്പാറ്റ മാത്രമായിരുന്നു എനിക്കൊരാശ്വാസം. അടുക്കളയിൽ വല്യമ്മയുടെയും കുഞ്ഞമ്മയുടെയും അമ്മയുടെയും കൂടെ സഹായമൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം സമയം കിട്ടിയപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൾമാരോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കേട്ടത് മുഴുവൻ ചീത്തവിളിയായിരുന്നു. എന്നെ ഇനി പറയാനൊന്നുമില്ല. ആദിയേട്ടൻ്റെ പിണക്കം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നുമല്ല. രാത്രി കിടക്കാൻ നേരത്ത് വെള്ളവുമായി റൂമിൽ പോയെങ്കിലും ആദിയേട്ടനെ കണ്ടില്ല. പിന്നെ രേവതി ചേച്ചിയാണ് പറഞ്ഞത് ആദിയേട്ടൻ അമ്മയുടെ റൂമിലേക്ക് പോകുന്നത് കണ്ടിരുന്നു എന്ന്. വ്രതത്തിൻ്റെ 2ാം ദിവസമായതുകൊണ്ട് വെളുപ്പിനെ അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ചിത്തു ചേച്ചിയുടെ കൂടെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ശയന പ്രദക്ഷിണം തുടങ്ങാൻ പോകുന്നതിന് മുൻപാണ് അപ്പച്ചി ഇടയ്ക്ക് കയറി വന്നത്. അതെ പെണ്ണെ, ശയന പ്രദക്ഷിണം ചെയ്യുന്നതിന് മുൻപ് നീ ദേവിയുടെ നടയിൽ കയറി പ്രാർത്ഥിച്ചായിരുന്നോ? അതൊക്കെ ഞങ്ങൾ ചെയ്തു. അമ്മ ഒന്ന് മാറിക്കേ. നീ എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നേ? അതൊക്കെ പോട്ടെ, നീ എന്തിനാ എപ്പോഴും ഇവളുടെ പിറകെ വാലുപോലെ നടക്കുന്നേ? എൻ്റെ അമ്മ ഒന്ന് ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? കുറേ ആയല്ലോ തുടങ്ങിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മയുടെ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തരാം. അതുകൊണ്ട് ആദ്യം അമ്മ ഇവിടുന്ന് പോകാൻ നോക്ക്. അതിനിങ്ങനെ ചൂടാവേണ്ട ആവശ്യം എന്താടി? ഞാനിപ്പോൾ തന്നെ പോയേക്കുവേ. ഡി പൊട്ടി, നീ ആദ്യം ഈ പായസം ദേവിയുടെ നടയിൽ കൊണ്ടുപോയി സമർപ്പിക്ക്. ഞാൻ ആ പായസം വാങ്ങാൻ കൈ നീട്ടിയതും ചിത്തു ചേച്ചി വേഗം എനിക്ക് മുന്നേ അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. നീ എന്തീ കാണിക്കുന്നേ? ഞാനെന്ത് കാണിച്ചു? ആ പായസം നീ പൊട്ടിയുടെ കയ്യിൽ കൊടുക്ക്. ദേ അമ്മേ, അവൾക്കൊരു പേരുണ്ട്, അത് വിളിച്ചാൽ മതി. കുറേ ദിവസമായി അമ്മ ഇതുപോലെ ഒളിഞ്ഞും പാത്തുമൊക്കെ അവളെ വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇവൾക്ക് പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവൾ പൊട്ടി തന്നെയല്ലേ. ഇതുപോലെ ആദിയേട്ടൻ്റെ മുമ്പിൽ വെച്ചൊന്ന് വിളിച്ച് കാണിക്ക്. പിന്നെ അമ്മയുടെ വായിലെ പല്ലിൻ്റെ എണ്ണമെടുക്കാനേ സമയം കാണൂ. നീ ആദ്യം ഈ പായസം ഇവളുടെ കയ്യിൽ കൊടുക്ക്. അതെന്തിനാ അവളുടെ കയ്യിൽ കൊടുക്കണേ? ഞാൻ നടയിൽ കൊണ്ടുപോയി കൊടുത്തോളാം. നീയാണോ വ്രതമെടുക്കുന്നത്? ഇവളല്ലേ, അപ്പോൾ ഇവളാണ് കൊടുക്കേണ്ടത്. വീണ്ടും ചിത്തു ചേച്ചി അപ്പച്ചിക്ക് നേരെ തർക്കിക്കാൻ തുടങ്ങിയതും ഞാൻ വേഗം ചേച്ചിയുടെ കയ്യിൽ നിന്ന് പായസം വാങ്ങി. ഞാൻ തിരികെ നടയിലേക്ക് നടക്കാൻ തുടങ്ങിയതും ചേച്ചിയും എൻ്റെ പുറകെ വന്നു. എന്നാൽ അപ്പച്ചി എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചിത്തു ചേച്ചിയെ വലിച്ചുകൊണ്ട് പോയി. ഞാൻ നടന്ന് ദേവിയുടെ നടയിൽ എത്താറായതും എൻ്റെ കാലിൽ എന്തോ തുളഞ്ഞു കയറി. പെട്ടെന്ന് തന്നെ ഞാൻ അലറി കരഞ്ഞു വേദനയോടെ ആ കാൽ പൊക്കിയതും മുന്നോട്ടടുത്ത കാൽ അറിയാതെ വെച്ചതും ആ കാലിലും എന്തോ ഒന്ന് കയറിയപ്പോൾ എൻ്റെ കയ്യിലെ പായസം താഴേക്ക് വീണു. ഞാൻ അവിടെ എത്തിയിരുന്നത് ഉറക്കെ അലറി കരിഞ്ഞെങ്കിലും എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അവയെ തടുക്കാൻ പോലുള്ള ശക്തി എൻ്റെ ഇരു കൈകൾക്കും ഉണ്ടായിരുന്നില്ല. കണ്ണടച്ച് കൈകൾ കൊണ്ട് 2 കാലിലും അമർത്തി പിടിച്ച് ചെറുതായി കണ്ണ് വലിച്ചു തുറന്ന് നോക്കിയപ്പോൾ ഇരു കാലുകളും ചുവപ്പ് നിറത്താൽ നിറഞ്ഞിരുന്നു. കുപ്പിച്ചില്ല് പോലെ എന്തോ ഒന്നാണ് കാൽപാദത്തിൽ ആഴത്തിലായി കയറിയിരിക്കുന്നത്. ചന്തു, അയ്യോ, എന്താടി പറ്റിയത്? നിന്റെ കാലിനെന്തു പറ്റി? കുപ്പിച്ചില്ലൊക്കെ എവിടുന്ന് വന്നു? നിനക്കൊന്ന് സൂക്ഷിച്ച് നടന്നൂടായിരുന്നോ? ചേച്ചി ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ ഒന്നും ശ്രദ്ധിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. എന്താടി, എന്താ കാര്യം? ഇവൾ എന്തിനിവിടെ കുത്തിയിരിക്കുന്നേ? അയ്യോ ഡി മഹാഭാബി, ദേവിക്ക് സമർപ്പിക്കേണ്ട പായസം കളഞ്ഞോടി നീ. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് പായസം പോയതാണോ പ്രശ്നം? ഇവിടെ കാലിൽ കുപ്പിച്ചില്ല് കയറിയത് കണ്ടില്ലേ? ആഹാ, അത് കൊള്ളാം. കുപ്പിച്ചില്ല് കയറിയെങ്കിൽ കണക്കായി പോയി. ഇവള് കണ്ണെവിടെയായിരുന്നു? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അമ്മ ഒന്ന് പോയി തരുന്നുണ്ടോ? ചന്തു, നീ വിഷമിക്കേണ്ട, ഞാൻ ആദ്യേട്ടനൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റൽ പോകാം. അയ്യോ, അതെങ്ങനെ ശരിയാവും? അപ്പോൾ ശയന പ്രദക്ഷിണമോ? അമ്മയുടെ കണ്ണിന് വല്ലതും കുഴപ്പമുണ്ടോ? ഇവളുടെ കാല് വയ്യാതിരിക്കുന്നത് കണ്ടില്ലേ? ഈ വയ്യാത്ത കാല് വെച്ച് ഇവളെങ്ങനെ ശയന പ്രദക്ഷിണം ചെയ്യാനാ? നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വേദന സഹിക്കേണ്ടി വരും. നിന്നെക്കൊണ്ട് ഇനിയൊന്നും കൊള്ളത്തില്ലെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. എല്ലാവരുടെയും മുൻപിൽ ആളാവാൻ വേണ്ടിയല്ലടി നീ അമ്മ പറഞ്ഞപ്പോൾ പരിഹാരക്രിയ ചെയ്യാമെന്ന് സമ്മതിച്ചത്. അപ്പച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാ. ഇവളെ ഇങ്ങനെ കുത്തി നോവിക്കാതെ അമ്മ ഇന്ന് പോയി തരുമോ?
ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? ചിത്തു ചേച്ചി അതിനൊന്നും മറുപടി നൽകാതെ എൻ്റെ കാൽപാദത്തിൽ കയറിയ കുപ്പിച്ചില്ലുകളെ എങ്ങനെയൊക്കെയോ വലിച്ചു കളഞ്ഞു. ആ വേദനയിൽ ഞാൻ അവിടെ കിടന്ന് ശ്വാസം പെട്ടുമാറി അലറിക്കരഞ്ഞു. ചന്തു, നീ കരയാതെ, ഞാനിപ്പോൾ ആദ്യേട്ടനെ വിളിക്കാം. ഓ, അവനിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവളെയും കൊണ്ട് ഇവിടുന്ന് പോകും. പിന്നെ ഇവൾക്ക് വ്രതമൊന്നും എടുക്കണ്ടല്ലോ. സത്യം പറയടി, ഇതൊക്കെ നിന്റെ അടവല്ലേ? നീ ഈ വ്രതം മുടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കുപ്പിച്ചിൽ കയറി നടന്നതാണെന്ന് ആര് കണ്ടു? ചേച്ചി അമ്മയെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ പോയതും ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു. എന്നിട്ട് വിളിക്കേണ്ടെന്ന രീതിയിൽ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു. വിളിച്ചില്ലെങ്കിൽ എങ്ങനെയാ? നല്ല ആഴത്തിലുള്ള മുറിവാ. ഹോസ്പിറ്റൽ കൊണ്ട് കാണിച്ചില്ലെങ്കിൽ വല്ല ഇൻഫെക്ഷനും വരും. ഞാൻ ചേച്ചി പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ ചേച്ചിയുടെ സഹായത്താൽ എങ്ങനെയോ നിവർന്നു നിന്നതും കാല് നിലത്തുറപ്പിക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. വേച്ച് വീഴാൻ പോയെങ്കിലും ചേച്ചി പിടിച്ചതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്കും വലിയ മുറിവാണെന്ന് ആ വേദനയിൽ കൂടെ എനിക്ക് മനസ്സിലായി. ആ വേദനയൊക്കെ സഹിച്ച് എങ്ങനെയൊക്കെയോ മുന്നോട്ട് നടന്ന് പ്രദക്ഷിണം ചെയ്യേണ്ട സ്ഥലമെത്തിയതും ഞാൻ ആ ദേവീ രൂപത്തെ മനസ്സിൽ ആവാഹിച്ച് പ്രാർത്ഥിച്ച് ശയന പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങിയതും. ഡീ പെണ്ണെ, ഇവിടെ അല്ല പ്രദക്ഷിണം ചെയ്യേണ്ടത്, തെക്കുഭാഗത്താ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്ക്. അമ്മയ്ക്കത് ഭ്രാന്തുണ്ടോ? തെക്കുഭാഗത്ത് അതിനാരെങ്കിലും പ്രദക്ഷിണം ചെയ്യുമോ? അവിടെ ഒന്നാമതെ കല്ലും മുള്ളും നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാ. ചന്തു, നീ വന്നേ, നമുക്ക് പോവാം. നിനക്കെന്താ ചിത്തു? അവൾ പ്രദക്ഷിണം ചെയ്യാൻ തയ്യാറായി നിൽക്കുക. അതുകൊണ്ട് നീ അവൾക്ക് തടസ്സം നിൽക്കാതെ മാറി നിൽക്ക്. പിന്നെ തെക്കുഭാഗത്ത് പ്രദക്ഷിണം ചെയ്യണമെന്ന് പണിക്കർ തന്നെയാ പറഞ്ഞത്. ഞാൻ അപ്പച്ചിയുടെ വാക്കുകൾ കേട്ട് തെക്ക് ഭാഗത്തേക്ക് നീങ്ങി പ്രദക്ഷിണം ചെയ്യാനായി ആരംഭിച്ചു. ചന്തു, വേണ്ട, നിനക്കിപ്പോൾ തന്നെ വയ്യ. വാ, എഴുന്നേൽക്ക്, നമുക്ക് പോകാം. ചേച്ചി പറഞ്ഞതൊന്നും ഞാൻ ആ സമയത്ത് കേട്ടിരുന്നില്ല. എങ്ങനെയും എനിക്ക് പ്രദക്ഷിണം പൂർത്തിയാക്കിയേ പറ്റൂ. ഇത് ഞാൻ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്കെനിക്ക് പാലിച്ചിരിക്കണം. റൂമിലിരുന്ന് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ് വാവയുടെ പിന്നാലെയായിരുന്നു. ഫോൺ ഓഫ് ചെയ്ത് താഴെയൊക്കെ വന്നിറങ്ങി നോക്കിയിട്ടും അവളെ കണ്ടിരുന്നില്ല. ഇവളിതെവിടെ പോയി? ഹലോ. തറവാടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി ചുറ്റും കണ്ണോടിച്ചിരിക്കുന്ന സമയത്താണ് ആരോ എന്നെ വിളിച്ചത്. വിളി കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കസേരയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കണ്ടത്. കണ്ടിട്ട് എൻ്റെ പ്രായം തന്നെയാണ്. എന്നെ മനസ്സിലായില്ലേ? ഞാൻ അശ്വിൻ, തന്നെ കൊച്ചച്ഛൻ്റെ മോനാ. ഫ്രണ്ട്സുമായിട്ടൊരു ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരുവാ. അപ്പോഴല്ലേ നിങ്ങൾ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത്. ഹായ്, എന്തായാലും എന്നെ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതും ശരിയാ. താനല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഹീറോ. ഹീറോയോ? പിന്നല്ലാതെ. ഒരു നിമിഷം കൊണ്ടല്ലേ ഇവിടുത്തെ ആ കൂതർ അപ്പച്ചിയുടെ വാ അടപ്പിച്ചത്. ആദ്യമായിട്ടാ അവർക്ക് നേരെ ഒരാൾ എതിർത്ത് സംസാരിക്കുന്നത്. എനിക്ക് പലപ്പോഴും അവർക്കിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. പിന്നെന്താ പൊട്ടിക്കാഞ്ഞേ? അശ്വിൻ്റെ അടുത്തായിട്ടുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. അറിയാത്ത നമ്പർ ആയതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ കോള് കട്ട് ചെയ്തു. അശ്വിൻ പറയുന്നത് ശ്രദ്ധിച്ചു. അവരെ വേദനിപ്പിക്കുന്നതൊന്നും ഇവിടുത്തെ ആളുകൾ ചെയ്യരുത് പോലും. അവർക്കിട്ടൊന്ന് കൊടുക്കാനുള്ള സന്ദർഭമൊക്കെ ഒത്തുവരുമ്പോൾ വല്യച്ഛനും കൊച്ചച്ഛനും എന്നെ തടയും. പിന്നെ അവരെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. എന്തായാലും തന്നെ സമ്മതിച്ചു കേട്ടോ. എന്നെ താനൊന്നും വിളിക്കണ്ട, ആദിയെന്ന് വിളിച്ചാൽ മതി. ആ ഓക്കെ ആദി. നിനക്കിട്ട് പാര പണിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും നിന്റെ പൂച്ചക്കുട്ടി വൈഫിനെ ആ കൂതറത്തള്ള ചൂസ് ചെയ്തത്. ഞാൻ അതിനൊന്നും മറുപടി നൽകാതെ വേറെ കാഴ്ചകളിലേക്ക് നോട്ടമെറിഞ്ഞു. വീണ്ടും ഫോൺ റിങ് ചെയ്തെങ്കിലും ഞാൻ എടുത്തില്ല. ആ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നതിനനുസരിച്ച് മനസ്സിലെന്തോ ഒരു വേദന കടന്നു വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് സമയം കളയുന്നത്? വല്ല അത്യാവശ്യ കോളായിരിക്കും ആദി, നീ എടുത്ത് സംസാരിക്ക്. ഏയ്, അത്ര അത്യാവശ്യ കോളൊന്നും അല്ല. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, നീ ആരെയാ കുറച്ചു മുൻപ് തേടിക്കൊണ്ടിരുന്നത്? ഏയ്, ഞാൻ വെറുതെ ചുമ്മാ എല്ലായിടൊക്കെ ഒന്ന് നോക്കുമായിരുന്നു, അല്ലാതെ കെട്ടിയോളെയല്ല. ഞാൻ നെറ്റിയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് അവനെ നോക്കി ചെറുതായിട്ട് ചിരിച്ചു. ആളെ ഇനി ആ ശയന പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ശയന പ്രദക്ഷിണമോ? ആ. ആരുടെ? വേറെ ആരുടെയാ? നിന്റെ കെട്ടിയോളുടെ തന്നെ. അശ്വിൻ, നീ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ എന്തിനാ ശയന പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത്? ആദി, നിനക്കറിയില്ലേ ചന്തു വ്രതമെടുത്ത കാര്യം? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ആ വ്രതത്തിൽ പറഞ്ഞിട്ടുള്ളതാ ശയന പ്രദക്ഷിണം. വാട്ട്? ഹേയ്, എന്താ എന്താ ആദി? വാവ, അതും ശയന പ്രദക്ഷിണം. എന്നിട്ട് ഇതുവരെ എന്നോട് ഈ കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അല്ലേലും ഇതിനെക്കുറിച്ച് ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. വല്ല പൂജയാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ വാവേ, ഇന്ന് നിന്നെ ഞാൻ... അശ്വിൻ, എവിടാ ഈ ശയന പ്രദക്ഷിണം നടക്കുന്നേ? വേറെ എവിടാ? അമ്പലത്തിൽ. ഈ അമ്പലം എവിടായിട്ട് വരും? ഒത്തിരി ദൂരം കാണുമോ? ഏയ്, നമുക്ക് നടക്കാവുന്നതേ ഉള്ളൂ.
ഞാൻ വേഗം അശ്വിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് നടന്നതും വീണ്ടും ഫോൺ റിങ് ചെയ്ത് ഏത് നാശമാണോ ഇത്. ഞാൻ ആ ദേഷ്യത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് 2-3 തെറി പറയാനിരുന്നതും ഹലോ ആദിയേട്ടാ, ഇത് ഞാനാ ചൈത്ര. എളുപ്പം അമ്പലത്തിലോട്ടൊന്ന് വരുവോ? എന്താ കാര്യം? വാവയ്ക്ക് എന്തെങ്കിലും? ഏട്ടൻ വരാൻ നോക്ക്, ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ശരി, ഞാനിപ്പോൾ എത്തും. ഞാൻ ഫോൺ കട്ട് ചെയ്തതും കൈക്കെന്തോ ഒരു വിറയൽ പോലെ. വാവ, എൻ്റെ വാവയ്ക്ക് എന്തെങ്കിലും? ആദി, എന്താ പറ്റിയേ? ആരെയാ വിളിച്ചേ? അത് എൻ്റെ വാവ. ഞാൻ വേഗം അവിടെ നിന്ന് അമ്പലത്തിലേക്ക് ഓടി. അമ്പലമുറ്റത്തെത്തിയതും ചുറ്റും എൻ്റെ കണ്ണും കാലും ഓടി നടന്നെങ്കിലും അവളെ കണ്ടു കിട്ടിയില്ല. ഞാൻ അശ്വിനെ ചോദ്യഭാവത്തിൽ നോക്കി. എടാ, ഈ ഭാഗത്ത് ശരിക്കും എല്ലാവരും പ്രദക്ഷിണം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചന്തുവിനെ ഇവിടെ കാണേണ്ടതാണല്ലോ. ടെൻഷൻ കൊണ്ട് എൻ്റെ മുഖമെല്ലാം വിയർപ്പ് കൊണ്ട് നിറഞ്ഞു. എൻ്റെ വാവ. ഞാൻ ഫോണെടുത്ത് ചൈത്രയെ വിളിക്കാൻ നോക്കുമ്പോഴാണ് ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സാരിയുടെ തുമ്പ് കൊണ്ട് മുഖം വീശിക്കൊണ്ടിരിക്കുന്ന ആ ആശത്തള്ളയെ കണ്ടത്. ഇനി ഇവർ വല്ലതും എൻ്റെ വാവയെ ഇനി. ഞാൻ അവരുടെ മുൻപിൽ ചെന്നതും അവരെന്നെ കണ്ടു പേടിച്ച് വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ വാവ എന്തിയേ? അതിന് നിനക്കെപ്പോഴാ ചെക്ക കൊച്ചുണ്ടായത്? ഒന്നാമത് എൻ്റെ സമനില തെറ്റിക്കൊണ്ടിരിക്കുക. മര്യാദക്ക് പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചന്ദനയുടെ കാര്യമാണ് അവൻ ചോദിക്കുന്നത്. ഓ, അവള് ശയന പ്രദക്ഷിണം ചെയ്യുക. എന്നിട്ട് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അത് ചന്ദനയ്ക്ക് തെക്ക് ഭാഗത്ത് പ്രദക്ഷിണം ചെയ്യുന്നേ. തെക്ക് ഭാഗത്തോ? എടാ ആദി, അവിടെ കൂടുതലും മുള്ളും കല്ലും ചില്ലൊക്കെയാ. അവിടെ അങ്ങനെ ആരും പ്രദക്ഷിണം ചെയ്യാറില്ല. ആര് പറഞ്ഞു? നമ്മുടെ തറവാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണിക്കർ അവിടെ ശയന പ്രദക്ഷിണം ചെയ്യണമെന്നാ പറഞ്ഞത്. ദേ തള്ളെ, എൻ്റെ പെണ്ണിനെന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ പിന്നെ ജീവനോടെ കാണില്ല. അവരുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് ഞാൻ തെക്കുഭാഗത്തേക്ക് പാഞ്ഞു. അപ്പോഴാണ് ഒരൊറ്റത്തായി ചൈത്രയുടെ മടിയിൽ കിടക്കുന്ന എൻ്റെ വാവയെ കണ്ടത്. ഞാൻ വേഗം അവളുടെ അടുത്തെത്തി ചൈത്രയുടെ മടിയിൽ നിന്ന് വാവയെ 2 കൈകളിലുമായി കോരിയെടുത്തു. പഴന്തുണിക്കെട്ട് പോലെ വാടി തളർന്ന് അവശയായി കിടക്കുന്ന അവളെ കാണും തോറും എൻ്റെ നെഞ്ച് വേദനയിൽ ഉരുകി. ആ സമയത്ത് ഉമിനീരിറക്കാൻ പോലും ഭയപ്പെട്ടു. ഇപ്പോൾ ചന്ദനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ആളിപ്പോൾ അൺകോൺഷ്യസ് ആണ്. ശരീരത്തിലുള്ള മുറിവിൻ്റെ കാരണം ശയനപ്രദക്ഷിണമാണെന്നല്ലേ പറഞ്ഞത്. ബട്ട് ആ കുട്ടിയുടെ 2 കാൽപാദങ്ങളിലും കണ്ണാടിച്ചില്ല് പോലെ എന്തോ കയറിയിട്ടുണ്ട്. അതും ആഴത്തിലുള്ള മുറിവാണത്. എന്തായാലും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ 4-5 ദിവസത്തേക്ക് കാല് നനക്കാതെ നോക്കണം. ഡോക്ടർ, എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു. ഓ, അതിനെന്താ, കയറി കണ്ടോളൂ. ഞാൻ റൂമിനകത്തേക്ക് കയറിയതും വാടിയ ചേമ്പിൻ തണ്ട് പോലെയുള്ള അവളുടെ കിടപ്പ് കാണും തോറും എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അവളുടെ നെറ്റിയിൽ ഒരു നനുത്ത ചുംബനമേകി പിന്നെ എന്തോ ഓർത്തതുപോലെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ചൈത്രയുടെയും അശ്വിൻ്റെയും അടുത്തേക്ക് നീങ്ങി. ചൈത്ര, ശരിക്കും എന്താ സംഭവിച്ചത്? അവൾ നടന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞതും ആ ആശത്തള്ളയെ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ആ സ്ഥലമൊക്കെ എപ്പോഴും വൃത്തിയാക്കി ഇടുന്നതാണല്ലോ. പിന്നെ ആ കുപ്പിച്ചില്ല് എങ്ങനെ അവിടെ വന്നത്? എനിക്കറിയില്ല ഏട്ടാ. ബട്ട് എനിക്ക് അമ്മയെ നല്ല സംശയമുണ്ട്. ഞാൻ പായസം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് സമ്മതിക്കാതെ ചന്ദന തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ പുറകെ പോകാൻ നിന്നെങ്കിലും അമ്മ എന്നെ ഓരോന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. തെക്ക് ഭാഗത്ത് പ്രദക്ഷിണം ചെയ്യണമെന്നും നിന്റെ അമ്മ തന്നെയായിരിക്കും പറഞ്ഞതല്ലേ? അതെ, പണിക്കർ പറഞ്ഞെന്നാ എന്നോട് പറഞ്ഞത്. അശ്വിൻ, ആ പണിക്കർ ഇപ്പോൾ എവിടെ കാണും? അമ്പലത്തിന്റെ കിഴക്കുഭാഗത്തായി മാറിയാണ് അയാളുടെ വീട്. എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം ആ പണിക്കരെ, അത് കഴിഞ്ഞിട്ട് ഇവളുടെ അമ്മയെ ഞാൻ വിശദമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ചൈത്രയെ അവിടെ നിർത്തിയിട്ട് അശ്വിൻ്റെ കൂടെ പണിക്കരുടെ അടുത്തേക്ക് വിട്ടു.